പീസ് റേഡിയോയുടെ SLC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ SS2 ജോഗ്രഫി എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിൽ 3 പാഠഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കാനുള്ള അവസരമുണ്ട്. ബാക്കിയുള്ള 7 ചാപ്റ്ററുകളിൽ നിന്നാണ് നമ്മൾ 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ 7 പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ പഠിക്കുന്നത്. ഒന്നാമത്തെ പാഠഭാഗം ഋതുഭേദങ്ങളും സമയവും, രണ്ടാമത്തെ പാഠഭാഗം കാറ്റിൻ്റെ ഉറവിടം തേടി. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്കൊരു ചാപ്റ്റർ തിരഞ്ഞെടുക്കാം. പേജുകളുടെ എണ്ണത്തിൻ്റെ കുറവും അല്ലെങ്കിൽ പഠിക്കാൻ ഒന്നുകൂടി ലളിതവുമായത് ഋതുഭേദവും സമയവും എന്നുള്ള പാഠഭാഗമാണ്. 8 മാർക്കിനാണ് ഈ പാഠഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഋതുഭേദങ്ങൾക്കുള്ള കാരണങ്ങൾ 3 കാരണങ്ങളാണ് ഋതുഭേദങ്ങൾക്കുള്ളത്. സൂര്യൻ്റെ അയനം, അച്ചുതണ്ടിൻ്റെ സമാന്തരത, ഭൂമിയുടെ പരിക്രമണം. ഇതിൽ തന്നെ സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട 4 ദിവസങ്ങളുണ്ട്. അതായത് സൂര്യൻ ഇക്വേറ്ററിന് നേർമുകളിൽ, ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുന്ന മാർച്ച് 21, സെപ്റ്റംബർ 23 തുടങ്ങിയ ദിവസങ്ങൾ വിശ്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു, അഥവാ ഇക്വിനോക്സിസ്. ദെൻ പിന്നീട് 23 ഡിഗ്രി നോർത്ത്, ഉത്തരായന രേഖയ്ക്ക് മുകളിൽ സൂര്യനെത്തുന്ന ദിവസം ഗ്രീഷ്മായനാന്ത ദിനം, സമ്മർ സോൾസ്റ്റേസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ ഡിസംബർ 22 സൂര്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് മുകളിലാണ്. ദെൻ ആ ദിവസം ഡിസംബർ 22 ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു 3 പ്രത്യേകതകൾ, ഗ്രീഷ്മായനാന്ത ദിനം, ശൈത്യായനാന്ത ദിനം, വിഷുവങ്ങൾ, ഇക്വിനോക്സിസ്, സമ്മർ സോൾസ്റ്റേസ്, വിൻ്റർ സോൾസ്റ്റേസ്, ഈ കാര്യങ്ങൾ ഇതിലെ ദിവസങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 6 മാർക്കിന് വരെ ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. പിന്നെ 4 ഋതുക്കളാണുള്ളത്. ഋതുക്കളുടെ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വസന്തം, പിന്നെ ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം എന്നിങ്ങനെയാണ് 4 ഋതുക്കൾ വരുന്നത്. ഇതിൽ വസന്തവും ഹേമന്തവും തമ്മിലുള്ള വ്യത്യാസം, ഓട്ടം ആൻഡ് സ്പ്രിങ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. പിന്നീട് ഉത്തരായനം, ദക്ഷിണായനം. അതായത് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനം എന്ന് പറയുന്നു. അതായത് സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരായന രേഖയിലേക്ക് പോകുന്നതിനെ ഉത്തരായനമെന്നും ദക്ഷിണായന രേഖയിലേക്ക് പോകുന്നതിനെ ദക്ഷിണായനമെന്നും സൂചിപ്പിക്കുന്നു. പിന്നീട് സമയനിർണ്ണയം ഈ ഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. ഞാൻ പറഞ്ഞു 8 മാർക്കിനാണ് ഈ പാഠഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും 1 വേർഡ് ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഓക്കെ, 1 വേർഡ് നിർബന്ധമായും പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ നിന്നാണ് 1 വേർഡ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഒരുപക്ഷെ 4 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളായേക്കാം, അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ഒരു ചോദ്യവും 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിരിക്കും ഒരുപക്ഷെ ഈ പാഠഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിൽ സമയനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമി ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എന്നുള്ളത് 24 മണിക്കൂറാണ്. ഭൂമി കറങ്ങുന്നത്, ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ്. പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം 24 മണിക്കൂർ. ദെൻ ആയതുകൊണ്ട് തന്നെ സൂര്യോദയം കിഴക്ക് നിന്നായിരിക്കും. സമയനിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം പ്രാദേശിക സമയം, സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കിയുള്ള സമയമാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത്. ദെൻ അതോടൊപ്പം തന്നെ സൂര്യോദയം കിഴക്ക് നിന്നായതുകൊണ്ട് തന്നെ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്തോറും ഈസ്റ്റ് സൈഡിൽ എപ്പോഴും സമയം കൂടുതലായിരിക്കും. പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റ് സൈഡിലാണെങ്കിൽ സമയം കുറവുമായിരിക്കും. പിന്നെ ഗ്രീനിച്ച് രേഖ, ലോകത്ത് സമയം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട രേഖയാണ് ഗ്രീനിച്ച് രേഖ. അതുകൊണ്ട് തന്നെ ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറീഡിയൻ എന്നാണ് വിളിക്കുന്നത്. ലോകവ്യാപകമായിക്കൊണ്ട് സമയം നിർണ്ണയിക്കുന്നത് കൊണ്ട് ഇതിനെ പ്രൈം മെറീഡിയൻ എന്ന വിശേഷണമാണ് ഈ രേഖയ്ക്ക് നൽകിയിട്ടുള്ളത്. ലോകത്താകെ 24 സമയമേഖലകളുണ്ട്. ദെൻ ഇത്ര കാര്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് എല്ലാ രാജ്യവും ആ രാജ്യത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖയാണ് ആ രാജ്യത്തിൻ്റെ മാനക രേഖാംശമായി കണക്കാക്കുക. ഓരോ രാജ്യവും ആ രാജ്യത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ ആ രാജ്യത്തിൻ്റെ മാനക രേഖാംശമായി കണക്കാക്കും. അങ്ങനെ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് കിഴക്ക് രേഖാംശം അല്ലെങ്കിൽ പൂർവ്വ രേഖാംശം 68 മുതൽ 97 ഡിഗ്രി വരെയാണ്. അതിനിടയിലുള്ള ഒത്ത മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖയായതുകൊണ്ട് 82.5 ഡിഗ്രി കിഴക്കിനാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി ഇന്ത്യ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാനക രേഖാംശമായ 82.5 ഡിഗ്രിയിലെ പ്രാദേശിക സമയം ഇന്ത്യൻ മാനക സമയം അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് അറിയപ്പെടുന്നുണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റായ മറ്റൊരു ഏരിയയാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്കരേഖ.
അതിനെക്കുറിച്ച് പലപ്പോഴും 4 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ 180 ഡിഗ്രി രേഖയാണ്. ദെൻ അതോടൊപ്പം തന്നെ ഈ രേഖ മറികടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന ആളുകൾ ഒരു ദിവസം കൂട്ടുകയും കിഴക്കോട്ട് പോകുന്ന ആളുകൾ ഒരു ദിവസം കുറക്കുകയും ചെയ്യണം സമയം നിർണ്ണയിക്കുന്ന സമയത്ത്. അതോടൊപ്പം തന്നെ ഈ രേഖ കടന്നു പോകുന്നത് കരഭാഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെയാണ് ഈ രേഖ കടന്നു പോകുന്നത്. ഈ രേഖയുടെ ഇരുവശങ്ങൾ തമ്മിൽ 2 വ്യത്യസ്ത ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു 4 പോയിൻ്റ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 4 പോയിൻ്റ് നിങ്ങൾ മനസ്സിലുണ്ടാവണം. വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നുള്ളത്. ഇനി മറ്റൊരു പാഠഭാഗം എന്നുള്ളത് 3-ാമത്തെ ചാപ്റ്റർ. 1 നമ്മൾ പഠിച്ചു, അപ്പോൾ സ്വാഭാവികമായിട്ടും 2 നമുക്ക് ആവശ്യമില്ല, നമ്മൾ പഠിക്കേണ്ടതില്ല. ഇനി 3-ാമത്തത് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് 9-ാമത്തെ പാഠഭാഗമാണ്. ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകളെക്കുറിച്ചുള്ളൊരു ചാപ്റ്ററുണ്ട്. അതിലെന്തുകൊണ്ടും പഠിക്കാൻ ലളിതമായത് 3-ാമത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, മാനവ വിഭവശേഷി വികസനം എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആ പാഠഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സിന് 2 തലങ്ങൾ, 2 വിഭാഗങ്ങളുണ്ട്. മാനവ വിഭവശേഷി വികസനത്തിന് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ഗണപരമായ സവിശേഷതകൾ, മറ്റൊന്ന് ഗുണപരമായ സവിശേഷതകൾ. 2 തരം സവിശേഷതകളുണ്ട്, ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. ഇതിൽ ഗണപരമായ സവിശേഷതകളൊക്കെ ജ എന്ന അക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത്. ആ ഒരു ഐഡിയ വെച്ച് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. മാനവ വിഭവശേഷി വികസനം അല്ലെങ്കിൽ മാനവ വിഭവത്തിന് 2 തരം സവിശേഷതകളുണ്ട്. ദെൻ ഒന്ന് ഗണപരമായ സവിശേഷത, മറ്റൊന്ന് ഗുണപരമായ സവിശേഷത. ഗണപരമായ സവിശേഷതകൾ അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നതൊക്കെ ജനസംഖ്യ വലിപ്പം, ജനസാന്ദ്രത, ജനസംഖ്യ വളർച്ച, ജനസംഖ്യ ഘടന ഒക്കെ ജ കൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങളാണ്. ഇനി ഗുണപരമായ സവിശേഷതകൾ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനം എന്നിവയാണ്. ഈ പാഠഭാഗത്തിൽ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യം എന്നുള്ളത് വിദ്യാഭ്യാസം എങ്ങനെ രാജ്യ പുരോഗതിക്ക് കാരണമാകുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു ഫ്ലോ ചാർട്ട് ടെക്സ്റ്റ് പുസ്തകത്തിലും കാണാൻ സാധിക്കും. വിദ്യാഭ്യാസം എങ്ങനെ രാജ്യ പുരോഗതിക്ക് കാരണമാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസം അതുവഴി കഴിവുകൾ മെച്ചപ്പെടുന്നു. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയുന്നു, ഉയർന്ന ജോലിയും വരുമാനവും ലഭിക്കുന്നു. ദെൻ അതിനെ തുടർന്ന് ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുണ്ട്. ICDS, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, സമഗ്ര ശിക്ഷ അഭിയാൻ, ഇവയുടെയൊക്കെ ലക്ഷ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ വിദ്യാഭ്യാസം എങ്ങനെ രാജ്യ പുരോഗതിക്ക് കാരണമാകുന്നു എന്നതുപോലെ തന്നെ ആരോഗ്യമുള്ള വ്യക്തി എങ്ങനെ രാജ്യ പുരോഗതിക്ക് കാരണമാകുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു 4 പോയിൻറ്റുകളുണ്ട്. ആരോഗ്യമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കും, അതുവഴി ഉൽപ്പാദനം വർദ്ധിക്കുന്നു, പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉത്തരത്തിൽ പെടുന്നതാണ്. ഈ ചാപ്റ്ററിനും 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1-ാമത്തെ ഭാഗത്ത് നമ്മൾ ഋതുഭേദങ്ങൾ തിരഞ്ഞെടുത്തു, 8 മാർക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കണം. ദെൻ 3-ാമത്തെ 2 നമ്മൾ ഒഴിവാക്കി. 3-ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ളത് അതിൽ 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ഒരുപക്ഷെ 4 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ഒരു ചോദ്യവും 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3-ാമത്തെ പാഠഭാഗത്തുനിന്നും നമ്മൾ 1 വേർഡ് പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നീട് നമ്മൾ പോകുന്നത് 4-ാമത്തെ ചാപ്റ്ററിലേക്കാണ്. 4-ാമത്തെ പാഠഭാഗത്തിൽ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. സ്വാഭാവികമായിട്ടും ഇതും 2 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ട് അതിൽ നിങ്ങളോടൊന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 4-ാമത്തെയും 6-ാമത്തെയും പാഠഭാഗങ്ങൾ, 6-ാമത്തെ പാഠഭാഗം ആകാശ കണ്ണുകൾ അറിവിൻ്റെ വിശകലനം, അതിൽ നിങ്ങൾ 4-ാമത്തെ പാഠഭാഗം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. 4 മാർക്കിനാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗ്രിഡ് റെഫറൻസ് എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. 4 അക്ക ഗ്രിഡ് റെഫറൻസ്, 6 അക്ക ഗ്രിഡ് റെഫറൻസ്, ഒരു 90% വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് നമുക്കതിനെ പരിഗണിക്കാം. മുൻ വർഷങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ആ ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ചോദ്യമാണ്. 4 മാർക്കിൽ നിന്നാണ് 4-ാമത്തെ പാഠത്തുനിന്ന് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഗ്രിഡ് റെഫറൻസ്, 4 അക്ക ഗ്രിഡ് റെഫറൻസും 6 അക്ക ഗ്രിഡ് റെഫറൻസും കണക്കാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ ആദ്യം ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ രേഖപ്പെടുത്തുന്നു, അതിന് ശേഷം നോർത്തിങ്സിൻ്റെ വാല്യൂ രേഖപ്പെടുത്തി നമുക്ക് 4 അക്കത്തിൽ ഗ്രിഡ് റെഫറൻസ് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഗ്രിഡ് റെഫറൻസ് കണക്കാക്കുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഓരോ ഭൂസവിശേഷതകളുടെയും ചിഹ്നങ്ങൾ, ആ ചിഹ്നങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ആ ചിഹ്നങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ തന്നെ വ്യത്യസ്ത നിറങ്ങൾ അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കറിയണം. പിന്നീട് ഈ പാഠഭാഗത്തിലുള്ള മറ്റൊരു 4 മാർക്കിന് ഇനി ഗ്രിഡ് റെഫറൻസ് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങളാണ്. ഈ പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ധരാതലീയ ഭൂപടങ്ങളുടെ ടോപ്പോഗ്രാഫിക്കൽ മാപ്സിൻ്റെ യൂസസ്, ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ധരാതലീയ ഭൂപടങ്ങൾ പ്രദേശത്തിൻ്റെ ഉയരം കണക്കാക്കാൻ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങളെന്ന് പറയുന്നതിൽ
സാംസ്കാരികവും അതുപോലെ തന്നെ ഭൗതികവുമായ സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഭൂപടങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ധരാതലീയ ഭൂപടങ്ങൾ നമ്മളെ സഹായിക്കുന്നു. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഇത് സഹായകമാകുന്നുണ്ട്. സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ഇതിലേതെങ്കിലും ഒരു 4 പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക. ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് കോണ്ടൂർ രേഖകളെക്കുറിച്ചാണ്. കഴിഞ്ഞ ഒരു 8 വർഷങ്ങളിലായിട്ട് ചോദിച്ചു കണ്ട ചോദ്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. കോണ്ടൂർ രേഖകൾ ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ ചേർത്ത് വരക്കുന്ന രേഖകളാണ് കോണ്ടൂർ രേഖകൾ. അവയുടെ നിറം തവിട്ട് നിറമാണ്. കോണ്ടൂർ രേഖകളിൽ ആ രേഖയുടെ പ്രദേശത്തിൻ്റെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനെ കോണ്ടൂർ മൂല്യം എന്ന് പറയുന്നു. തൊട്ടടുത്ത 2 കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള മൂല്യ വ്യത്യാസത്തെ കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നു. കോണ്ടൂർ രേഖകളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു? ഭൂപ്രദേശത്തിൻ്റെ ഉയരം, ചെരിവിൻ്റെ സ്വഭാവം, ഭൂരൂപത്തിൻ്റെ ആകൃതി, ഈ 3 കാര്യങ്ങൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു 3 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പാഠഭാഗത്ത് വരാൻ സാധ്യതയുള്ളത്. പിന്നെ ഒരിക്കൽ നേർക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. 2 പ്രദേശങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ അതിനെ നേർക്കാഴ്ച എന്ന് പറയുന്നുണ്ട്. നേർക്കാഴ്ച സാധ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് വൈദ്യുത പോസ്റ്റുകൾ, മൊബൈൽ ഫോൺ ടവറുകൾ, വയർലെസ് ട്രാൻസ്മിഷൻ ടവറുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് പ്രധാനമായിട്ടും ഈ നേർക്കാഴ്ച സാധ്യത ഉപയോഗിക്കുന്നത്. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ ഇതിന് 8 മാർക്കിനും 4ാമത് നമ്മൾ പറഞ്ഞതിൽ 4 മാർക്കിനും ഉണ്ടാവാം. ഇനി 5ാമത്തെ പാഠഭാഗം പൊതുവരുമാനവും പൊതുചെലവും. ഇത് നിർബന്ധമായിട്ടും പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് പൊതുവരുമാനം പൊതുചെലവ്. 4 മാർക്കാണ് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ, ഡയറക്റ്റ് ടാക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് വ്യക്തിഗത ആദായ നികുതി അഥവാ ഇൻകം ടാക്സ്, മറ്റൊന്ന് കോർപ്പറേറ്റ് നികുതി. ഈ 2 നികുതികളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ. ഇത് രണ്ടും പിരിച്ചെടുക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. പിന്നീട് ഈ പാഠഭാഗത്തിൽ വേറെ വരാൻ സാധ്യതയുള്ള മുൻ വർഷങ്ങളിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് സർചാർജും സെസ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. സർചാർജ് എന്ന് വെച്ചാൽ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. ചില പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ചുമത്തുന്നതാണ് സെസ്. അപ്പോൾ സെസ് എന്താണ്, സർചാർജ് എന്താണ് എന്നുള്ളത് 4 മാർക്കിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നീട് നികുതിയേതര വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെ? നികുതി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ്. നോൺ ടാക്സ് റവന്യൂ, നികുതിയേതര വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ഫൈനുകൾ വരുന്നുണ്ട്, ഫീസ്, ദെൻ പെനാൽറ്റികൾ, അതുപോലെ തന്നെ ഗ്രാൻഡ്, ലാഭം, പലിശ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നികുതിയേതര വരുമാന സ്രോതസ്സുകളാണ്. പിന്നീട് ഈ പാഠഭാഗത്തിൽ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ധനനയത്തെക്കുറിച്ചാണ്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ നയമാണ് ധനനയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളും. ഈ ചോദ്യങ്ങളൊക്കെയാണ് പ്രധാനമായും ഈ പാഠഭാഗത്തിൽ കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, തുടക്കകാലത്തില്ലെങ്കിലും പിന്നീട് ടെക്സ്റ്റ് പുസ്തകത്തിലേക്ക് ആഡ് ചെയ്ത ഒരു ടോപ്പിക്കാണ് GST, ചരക്ക് സേവന നികുതി. GST 2017 ജൂലൈ 1 നിലവിൽ വന്നു. 3 തരം GSTകളുണ്ട്. CGST, SGST, IGST എന്നിവയാണ് 3 തരം നികുതി 3 തരം GSTകളുള്ളത്. പിന്നെ GST സമിതിയുടെ ശുപാർശകൾ എന്തെല്ലാം, അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഏരിയ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ജോഗ്രഫിയിലെ ഏകദേശം വരാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു സെക്കൻഡ് പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 6ാമത്തെ പാഠഭാഗം നമ്മൾ പഠിക്കേണ്ടതില്ല, കാരണം 4 നമ്മൾ സെലക്ട് ചെയ്തു. ഇനി 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ. 7 മാർക്കിനാണ് ഈ പാഠഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മാപ്പിംഗ് ആണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ എന്നുള്ളത്. ഇന്ത്യയുടെ ഒരു രൂപരേഖ മാപ്പ് നിങ്ങൾക്ക് നൽകും. അതിൽ നിങ്ങൾ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മാപ്പുകൾ, ഉത്തരപർവ്വത മേഖലയുടെ ഒരു മാപ്പുണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ദെൻ ഗാരോഗാസി ജയന്തിയ കുന്നുകൾ, പത്ഖായ്ബും കുന്ന്, ദെൻ അതുപോലെ തന്നെ ചിറാപുഞ്ചി, ആ പ്രദേശങ്ങൾക്ക് ഉൾപ്പെടുന്ന ഒരു മാപ്പുണ്ട്. ആ മാപ്പൊന്ന് ശ്രദ്ധിക്കണം. പിന്നീട് നദികൾ ഹിമാലയൻ നദികൾ 3 എണ്ണമുണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ദെൻ ഉപദ്വീപീയ നദികൾ 6 എണ്ണമുണ്ട്. ആ നദികളുടെ മാപ്പുകൾ 3, 6, 9. കൂടെ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ പോകുന്ന ലൂണി നദിയും. ഇങ്ങനെ ഈ 10 നദികളുടെ സ്ഥാനം നമ്മളൊന്ന് ശ്രദ്ധിക്കണം മാപ്പുമായി ബന്ധപ്പെട്ട്. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട മാപ്പുണ്ട്. തീരസമതലവുമായി ബന്ധപ്പെട്ട മാപ്പുണ്ട്. പിന്നെ 8ാമത്തെ ചാപ്റ്ററിലെ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട മാപ്പുണ്ട്. ഇത്തരം ഭൂപടങ്ങളിൽ നിന്നാണ് 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാറുള്ളത്. 3 എണ്ണം 7ാമത്തെ പാഠത്തു നിന്നും 1 8ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് മാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരിക. അപ്പോൾ ഈ പാഠഭാഗത്തിൽ എന്തായാലും നമുക്ക് വരുമെന്ന് 100% ഉറപ്പുള്ളൊരു ചോദ്യമായിട്ട് മാപ്പിംഗ് കണക്കാക്കാം. 2017 മുതൽ എല്ലാ വർഷവും SLCക്ക് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് ഈ മാപ്പിംഗ് എന്നുള്ളത്. മാപ്പ് ഇന്ത്യയുടെ രൂപരേഖ നൽകുന്നു. അതിൽ 4 കാര്യങ്ങൾ നമ്മോട് രേഖപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ചെയ്യുക. ഇതല്ലാതെ മാപ്പല്ലാതെ ഈ പാഠഭാഗത്ത് സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്
ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസം. ഹിമാലയൻ നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതിന് വൃഷ്ടിപ്രദേശം കൂടുതലാണ്, അതായത് കാച്ച്മെൻറ്റ് ഏരിയ വളരെ കൂടുതലാണ്. ദെൻ അപരദന തീവ്രത കൂടുതലാണ്. ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉപദ്വീപീയ നദികൾക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഉപദ്വീപീയ നദികളും ഹിമാലയൻ നദികളും തമ്മിലുള്ള വ്യത്യാസം. ഉപദ്വീപീയ നദികൾ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിന് വൃഷ്ടിപ്രദേശം കുറവാണ്. അതുപോലെ തന്നെ ജലസേചനം, ജലഗതാഗതം എന്നിവയൊക്കെ കുറവാണ് എന്ന രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിമാലയൻ നദികൾക്ക് എല്ലാ കാര്യങ്ങളും അല്പം കൂടുതലായിരിക്കും, ഉപദ്വീപീയ നദികൾക്കെല്ലാം കുറവായിരിക്കും. പിന്നെ പടിഞ്ഞാറൻ തീരവും കിഴക്കൻ തീരവും തമ്മിൽ വ്യത്യാസം. പടിഞ്ഞാറൻ തീരം, കിഴക്കൻ തീരം. പടിഞ്ഞാറൻ തീരം ആരംഭിക്കുന്നത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. കിഴക്കൻ തീരം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ്. പടിഞ്ഞാറൻ തീരം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളൊക്കെ കേരളത്തിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. അവിടെ മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം എന്നിങ്ങനെ 3 തീരങ്ങളുണ്ട്. കിഴക്ക് ഭാഗത്താണെങ്കിൽ കോറാമണ്ഡൽ തീരം, വടക്കൻ സിർക്കാർ തീരം തുടങ്ങിയ 2 തീരങ്ങളുണ്ട്. പടിഞ്ഞാറൻ തീരത്തിന് വീതി കുറവാണ്, കിഴക്കൻ തീരത്തിന് വീതി കൂടുതലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തൊരു പട്ടിക ഉണ്ട്, അത് നമ്മളൊന്ന് ശ്രദ്ധയിലുണ്ടായിരിക്കണം. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം മറ്റൊരു 4 മാർക്കിന് സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിനാണ് ചോദിക്കുക. 3 മാർക്കിന് മാപ്പ് കഴിഞ്ഞാൽ പിന്നെ 4 മാർക്കാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം പുരാതന കാലം മുതൽക്ക് തന്നെ വിദേശ ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചു. വ്യത്യസ്തമായ സസ്യജാലങ്ങളും ജന്തുക്കളും അവിടെ ഉണ്ട്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ പെയ്ച്ചു തുടങ്ങിയ പോയിന്റുകളൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇവയുടെ പ്രത്യേകതകൾ. ഹിമാദ്രിയുടെ പ്രത്യേകത, ഹിമാചൽ, സിവാലിക്. പിന്നെ ഇതിൽ ഇന്ത്യയിലെ ഋതുക്കൾ പലപ്പോഴും ചോദിക്കും. ഇന്ത്യയിലെ ഋതുക്കൾ എന്ന് ചോദിച്ചാൽ പല വിദ്യാർത്ഥികളും വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം എഴുതും. അതൊരിക്കലും ഇന്ത്യയിലെ ഋതുക്കളല്ല. പൊതുവായി നിങ്ങൾ ഋതുക്കൾ 4 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ാമത്തെ ചാപ്റ്ററിലെ ഋതുക്കൾ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. എന്നാൽ ഇന്ത്യയിലെ ഋതുക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം, ഈ 4 കാലങ്ങളാണ്. അതിൽ ശൈത്യകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ശൈത്യകാലം അനുഭവപ്പെടുക. സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ശൈത്യകാലം ഉണ്ടാകുന്നത്. ശൈത്യകാലത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്നൊരു കാലാവസ്ഥാ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തെ ജെറ്റ് പ്രവാഹങ്ങൾ ഇന്ത്യയിലെത്തിച്ച് മഴ പെയ്യിക്കുന്നു. ഇതാണ് പശ്ചിമ അസ്വസ്ഥത. ഉഷ്ണകാലം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഉഷ്ണകാലം പ്രധാനമായും ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. ഇന്ത്യയിലെ ഋതുക്കളാണ് ശ്രദ്ധിക്കുക. ആദ്യം ശൈത്യകാലം, രണ്ടാമത്തത് ഉഷ്ണകാലം. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സ്ഥലമാണ് രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലം. ഉഷ്ണകാലത്ത് ഇന്ത്യയിലൂടെ വീശുന്ന ചൂടുകാറ്റുകളാണ് ലൂ, അതുപോലെ തന്നെ മാംഗോ ഷവേഴ്സ് എന്നിവ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇന്ത്യയിലെ 3ാമത്തെ ഋതുവാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമാണിത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ തുടങ്ങിയ മാസങ്ങളിലാണ് ഉണ്ടാവുക. ഈ കാലത്തുണ്ടാകുന്ന കാറ്റാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ഇവക്ക് 2 ശാഖകളുണ്ട്, അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം 4ാമത്തെ ഋതുവാണ്. ഇന്ത്യയിലെ 4ാമത്തെ ഋതുവാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഇത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാലത്ത് ഒക്ടോബർ ചൂട് എന്ന് പറയുന്നൊരു കാലാവസ്ഥ പ്രതിഭാസം ഉണ്ടാകുന്നുണ്ട്. പകൽ സമയത്ത് ഉയർന്ന ഊഷ്മാവും ഉയർന്ന ആർദ്രതയൊക്കെയുള്ളൊരവസ്ഥയാണ് ഒക്ടോബർ ചൂട്, ഒക്ടോബർ ഹീറ്റ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമെന്നുള്ളത്. പിന്നീട് നമ്മൾ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, അതിൽ 5 മാർക്കിനാണ് ചോദ്യങ്ങളുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളെക്കുറിച്ച് അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഖാരിഫ്, റാബി, സെയ്ദ്. നമുക്ക് വേണമെങ്കിൽ ഗാജൂന, റാനമ്മ, സൈമാജു എന്ന രൂപത്തിൽ വേണമെങ്കിൽ അതിനെ നോക്കാം. എന്ന് വെച്ചാൽ ഖാരിഫ് കാലം ജൂണിൽ തുടങ്ങി നവംബറിൽ അവസാനിക്കും, ഗാജൂന. ദെൻ റാനമ്മ, റാബി കാലം നവംബറിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കും. സൈമാജു, സെയ്ദ് കാലം മാർച്ചിൽ തുടങ്ങി ജൂണിൽ അവസാനിക്കും. അതോടൊപ്പം തന്നെ ഇതിലുള്ള പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയെന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.